PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, അതേപോലെ ധനകാര്യ കമ്മീഷൻ, ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മളതിൽ ആദ്യം പഠിക്കുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എന്നറിയപ്പെടുന്നത് എൻ ശ്രീനിവാസ റാവു ആണ്. ആദ്യത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എന്നറിയപ്പെടുന്നത് എൻ ശ്രീനിവാസ റാവു. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്. ഇത് 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1964. സെൻട്രൽ വിജിലൻസ് കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകുന്ന നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെന്റ് നടത്തിയ വർഷം 2003. സെൻട്രൽ വിജിലൻസ് കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകുന്ന നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെന്റ് നടത്തിയ വർഷം 2003. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മുടെ ഇതേ പുസ്തകത്തിലെ മിക്ക സബ്ജക്റ്റിന്റെയും ക്ലാസ് നമ്മൾ ഓൾറെഡി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് നിർദ്ദേശിച്ച സമിതി ഏത്? അത് കെ സന്താനം കമ്മിറ്റിയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് നിർദ്ദേശിച്ച സമിതി കെ സന്താനം കമ്മിറ്റിയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യം? സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യം? പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ ഉപദേശപ്രകാരമാണ് മുഖ്യ വിജിലൻസ് കമ്മീഷണറെ നിയമിക്കുന്നത്, രാഷ്ട്രപതി നിയമിക്കുന്നത്. അപ്പൊ നോക്കുക, ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, അല്ലെ? പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ ഉപദേശപ്രകാരം ആരാണ് മുഖ്യ വിജിലൻസ് കമ്മീഷണറെ നിയമിക്കുന്നത്? അത് രാഷ്ട്രപതിയാണ്, അല്ലെ? അപ്പോൾ ഓർക്കുക, രാഷ്ട്രപതിയാണ് മുഖ്യ വിജിലൻസ് കമ്മീഷണറെ നിയമിക്കുന്നത്. ആരുടെ ഉപദേശപ്രകാരം? പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ലോകസഭാ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഉപദേശകരുടെ ഉപദേശപ്രകാരം, ഉപദേശ സമിതിയുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി മുഖ്യ വിജിലൻസ് കമ്മീഷണറെ നിയമിക്കുന്നത്. മുഖ്യ വിജിലൻസ് കമ്മീഷണർ അല്ലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് നിർദ്ദേശിച്ച സമിതി ഏതെന്ന് ചോദിച്ചാൽ അത് കെ സന്താനം കമ്മിറ്റിയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ലോഗോയാണ് കാണുന്നത്. അടുത്തത്, ക്രമക്കേടിന്റെ പേരിൽ പിരിച്ചുവിടപ്പെട്ട ആദ്യ മുഖ്യ വിജിലൻസ് കമ്മീഷണർ ആരാണ്? അത് PJ തോമസ് ആണ്. PJ തോമസ്. ക്രമക്കേടിന്റെ പേരിൽ പിരിച്ചുവിടപ്പെട്ട ആദ്യ മുഖ്യ വിജിലൻസ് കമ്മീഷണർ ആണ് PJ തോമസ്. ഏതുതരം സ്ഥാപനമാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു ഉപദേശക സ്വഭാവത്തിലുള്ള ബോഡിയാണ് നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഒരു ചോദ്യം വരാം, താഴെ കൊടുത്തിട്ടുള്ളതിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ ഏതൊക്കെ എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഇത് കൊടുക്കാം. അതേപോലെ മനുഷ്യാവകാശ കമ്മീഷൻ കൊടുക്കാം. മനുഷ്യാവകാശ കമ്മീഷൻ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അല്ലാതെ ഭരണഘടനാ സ്ഥാപനമല്ല. അപ്പോൾ ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനം, ഏതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം സദർത്ത് ഭവൻ. ഇത് ന്യൂഡൽഹിയിൽ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം സദർത്ത് ഭവൻ, ന്യൂഡൽഹി. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മുഖ്യ ചുമതല കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും കാര്യക്ഷമമായും അഴിമതി വിമുക്തമായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മുഖ്യ ചുമതല എന്തൊക്കെയാണ്? കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും കാര്യക്ഷമമായും അഴിമതി വിമുക്തമായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ച് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ച് പോയിന്റേ ഉള്ളല്ലേ ഇവിടെ ഓർത്തിരിക്കേണ്ടത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപവൽക്കരിച്ച വർഷം ഓർക്കണം, 1964 ആദ്യത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരെന്ന് അറിഞ്ഞിരിക്കണം. അത് എൻ ശ്രീനിവാസ റാവു ആണ്. അതുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് നിർദ്ദേശിച്ച സമിതി ഏതെന്ന്. അത് കെ സന്താനം കമ്മിറ്റിയാണ്. അതുപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി എത്രയാണ്? 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യം? ഇനി ഈ പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ ഉപദേശപ്രകാരം ആരാണ് മുഖ്യ വിജിലൻസ് കമ്മീഷണറെ നിയമിക്കുന്നത്? അത് രാഷ്ട്രപതിയാണ്. ക്രമക്കേടിന്റെ പേരിൽ പിരിച്ചുവിടപ്പെട്ട ആദ്യ മുഖ്യ വിജിലൻസ് കമ്മീഷണർ ആരാണ്? അത് PJ തോമസ് ആണ്. ഇനി വിജിലൻസ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അല്ലെ? സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം സദർത്ത് ഭവൻ, ന്യൂഡൽഹിയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മുഖ്യ ചുമതല
കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും കാര്യക്ഷമമായും അഴിമതി വിമുക്തമായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മിക്കവാറും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഈ അടുത്തിടെ നല്ലപോലെ ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ അഥവാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് 1950 ജനുവരി 25. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. 1951-52 തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടി 2 പ്രാദേശിക കമ്മീഷണർമാരെ രാഷ്ട്രപതി താൽക്കാലികമായി നിയമിച്ചത് ഏതെല്ലാം സ്ഥലങ്ങൾ ആസ്ഥാനമാക്കിയായിരുന്നു? ഒന്ന് പട്നയും മറ്റൊന്ന് മുംബൈ. മുംബൈ പട്ന മുംബൈ ഈ രണ്ട് സ്ഥലങ്ങളെ ആസ്ഥാനമാക്കിയായിരുന്നു എന്ത് ചെയ്തത്? 1951-52 തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടി 2 പ്രാദേശിക കമ്മീഷണർമാരെ രാഷ്ട്രപതി താൽക്കാലികമായി നിയമിച്ചത്. എവിടെയൊക്കെയായിരുന്നു? പട്ന, മുംബൈ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും കാലാവധി എത്രയാണ്? ഇത് ഓർത്തിരിക്കുക, 6 വർഷമാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം, അങ്ങനെ. അപ്പം നമ്മൾ നമ്മുടെ വിജിലൻസ് കമ്മീഷണർ പഠിച്ചല്ലോ. വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി, സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി എത്രയായിരുന്നു? അത് 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടേത് 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇവിടെ പറയുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സെന്നാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന നടപടി അറിയപ്പെടുന്നത് ഇംപീച്ച്മെന്റ് എന്നാണ്. ഇംപീച്ച്മെന്റ് ഇത് നോട്ട് ചെയ്യണം. ചിലപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റണ്ടേ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി ഇംപീച്ച്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കാം. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചാണ് കേട്ടോ. അത് ഇവിടെ 21 എന്ന് വരേണ്ടതായിരുന്നു, വിട്ടുപോയി. 21 നിന്ന് 18 കുറച്ച സമയത്ത് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ RVS പെരിശാസ്ത്രിയാണ്. RVS പെരിശാസ്ത്രി ആയിരുന്നു ആ സമയത്ത്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച സമയത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ RVS പെരിശാസ്ത്രിയാണ്. ഈ പേര് ഒരുപക്ഷെ റാങ്ക് ഫയലിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ പേര് നോട്ട് ചെയ്യണം. RVS പെരിശാസ്ത്രി. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച സമയത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് RVS പെരിശാസ്ത്രി. ദേശീയ സമ്മതിദായക ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി 25 ജനുവരി 25. നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നറിയപ്പെടും. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയാണ് RVS പെരിശാസ്ത്രി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന് 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്നെന്താണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയാണ്. പിന്നെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച സമയത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് RVS പെരിശാസ്ത്രി എന്ന് പറയുന്നത്. അടുത്ത ഒരു പോയിന്റ് നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രവർത്തിച്ചത്? സുഡാൻ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ സുഡാൻ എന്ന ആഫ്രിക്കൻ രാജ്യത്തിന്റെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടും ചുമതല വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രവർത്തിച്ചത്? സുഡാന്റെ. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരമാണ്. 1958 മുതൽ 1967 വരെയാണ്. 1958 മുതൽ 1967 വരെ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കുക. നേപ്പാളിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യക്കാരനാണ് സുകുമാർ സെൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു സുകുമാർ സെൻ തന്നെ സുഡാന്റെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നേപ്പാളിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 324.
അല്ലെ. ആർട്ടിക്കിൾ 324 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം നിർവാചൻ സദൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം നിർവാചൻ സദൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ന്യൂഡൽഹിയിലാണ്. നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പോകാവുന്ന റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25 രൂപീകൃതമായി. 1951-52 തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് 2 പ്രാദേശിക കമ്മീഷണർമാരെ രാഷ്ട്രപതി താൽക്കാലികമായി നിയമിച്ചത് പട്ന, മുംബൈ എന്നീ സ്ഥലങ്ങൾ ആസ്ഥാനമാക്കിയായിരുന്നു. അല്ലെ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇതിലേതാണോ ആദ്യം അങ്ങനെ. അല്ലെ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി അറിയപ്പെടുന്നത് ഇംപീച്ച്മെന്റ് എന്നാണ്. ഇംപീച്ച്മെന്റ്. ഇനി വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച സമയത്തെ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? അത് RVS പെരിശാസ്ത്രി എന്ന വ്യക്തിയായിരുന്നു. അല്ലെ. RVS പെരിശാസ്ത്രി. ദേശീയ സമ്മതിദായക ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി 25. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയാണ് RVS പെരിശാസ്ത്രി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രവർത്തിച്ചത്? അത് സുഡാനും നേപ്പാളും. അല്ലെ. അപ്പൊ അടുത്ത പോയിന്റ് നോക്കുക. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരമാണ്. KVK സുന്ദരം. ഇദ്ദേഹം 1958 മുതൽ 67 വരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നിട്ടുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. അല്ലെ. നേപ്പാളിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യക്കാരനാണ് സുകുമാർ സെൻ. അപ്പൊ നേപ്പാളും ഉണ്ട്, പിന്നെ ഏതൊക്കെയുണ്ട്? സുഡാനും ഉണ്ട്. അല്ലെ. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 324 ആണ്. 324 ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം നിർവാചൻ സദനാണ്. നിർവാചൻ സദൻ. ഇത് ന്യൂഡൽഹിയിലാണ്. നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഒരു വെബ് റേഡിയോ ഉണ്ട്. വെബ് റേഡിയോ. ഏതാണ് ആ വെബ് റേഡിയോ? അതാണ് ഹലോ വോട്ടേഴ്സ് എന്നാണ് ആ വെബ് റേഡിയോയുടെ പേര്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച വെബ് റേഡിയോയുടെ പേരാണ് ഹലോ വോട്ടേഴ്സ്. ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് VS രമാദേവിയാണ്. ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് VS രമാദേവിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് VS രമാദേവി. അല്ലെ. അപ്പോൾ 2 വിശേഷണങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ് 2 പ്രത്യേകതകൾ? ഒന്ന്, ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. 2, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് VS രമാദേവി. ഇങ്ങനെ 2 കാര്യങ്ങൾ. ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച വെബ് റേഡിയോയാണ് ഹലോ വോട്ടേഴ്സ്. ഫോട്ടോ പതിപ്പിച്ച വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് അവതരിപ്പിച്ച ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ എന്ന് പറയുന്നത്. അല്ലെ. TN ശേഷൻ. അപ്പോൾ TN ശേഷനും അതേപോലെ 2 പ്രത്യേകതകൾ വരുന്നുണ്ട്. അടുത്തത് മക്സസെ പുരസ്കാരം നേടിയ ആദ്യ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ. അപ്പോൾ TN ശേഷന്റെ 2 പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫോട്ടോ പതിപ്പിച്ച വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്. അല്ലെ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ ഐഡന്റിറ്റി കാർഡ്. അല്ലെ. ഇലക്ഷൻ വരെയാണ് 25-25 തീയതി. അപ്പോൾ ഇലക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതല്ലേ, ഫോട്ടോ പതിപ്പിച്ച കാർഡ് അല്ലേ. അപ്പോൾ ഫോട്ടോ പതിപ്പിച്ച വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് അവതരിപ്പിച്ച ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ TN ശേഷന്റെ 3 പ്രത്യേകതകളുണ്ട്. അല്ലെ. എന്താണ് മൂന്നാമത്തെ പ്രത്യേകത? 3 മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ്. അല്ലെ. TN ശേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രത്യേകതകൾ ഒന്നുകൂടി നോക്കാം. ഫോട്ടോ പതിപ്പിച്ച വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് അവതരിപ്പിച്ച ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ. മക്സസെ പുരസ്കാരം നേടിയ ആദ്യ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് TN ശേഷൻ. അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് TN ശേഷൻ. അല്ലെ. പിന്നെയോ മക്സസെ പുരസ്കാരം നേടിയ ആദ്യം മുഖ്യ ഇലക്ഷൻ കമ്മീഷണറാണ്. പിന്നെയോ ഫോട്ടോ പതിപ്പിച്ച വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് അവതരിപ്പിച്ച ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച മറ്റു പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്താണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നാണ്. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച മറ്റു പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും പ്രതിപക്ഷ നേതാവിനോടും അഭിപ്രായം തേടണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. ഈ കമ്മിറ്റി ഒന്ന് നോട്ട് ചെയ്യണം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിന് മുമ്പ്
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും പ്രതിപക്ഷ നേതാവിനോടും അഭിപ്രായം തേടണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എന്ന് പറയുന്നത്. അടുത്തത്, ഒരു പുതിയ ജനപ്രതിനിധി സഭയെ തിരഞ്ഞെടുത്തതിന് ശേഷം നിലവിലുള്ള ജനപ്രതിനിധി സഭയുടെ അവസാന സമ്മേളനം അറിയപ്പെടുന്ന പേര് ലെയിം ഡക്ക് സെഷൻ എന്നാണ്. ലെയിം ഡക്ക് സെഷൻ അല്ലെ. ഒരു പുതിയ ജനപ്രതിനിധി സഭയെ തിരഞ്ഞെടുത്തതിന് ശേഷം നിലവിലുള്ള ജനപ്രതിനിധി സഭയുടെ അവസാന സമ്മേളനം അറിയപ്പെടുന്ന പേര് ലെയിം ഡക്ക് സെഷൻ എന്നാണ്. ലെയിം ഡക്ക് സെഷൻ. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243 കെ, അതേപോലെ തന്നെ 243 ZA അല്ലെ, ZA. അപ്പൊ ഇത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ആർട്ടിക്കിൾ 324 എന്ന് പറഞ്ഞു അല്ലെ, 324. ഇത് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 243 കെ എന്ന് പറയുന്നത്. സ്ഥാനമൊഴിഞ്ഞ ശേഷം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് TN ശേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ 4 പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. ഒന്നെന്താണ്, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളിയാണ് TN ശേഷൻ അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, ഫോട്ടോ പതിപ്പിച്ച വോട്ടേഴ്സ് കാർഡ് അല്ലെ, വോട്ടേഴ്സ് കാർഡ് ആദ്യമായിട്ട് ഇറക്കിയത് നമ്മുടെ ഈ പറയുന്ന TN ശേഷനാണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, മക്സസെ പുരസ്കാരം നേടിയ ആദ്യ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറാണ്. ഇപ്പൊ നമ്മൾ പറയാണ് സ്ഥാനമൊഴിഞ്ഞ ശേഷം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണെന്ന് അല്ലെ. ഇപ്പൊ നമ്മൾ ഇത്രയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒന്ന്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷവും ഡേറ്റും 1950 ജനുവരി 25. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെ, 1951-52 തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടി 2 പ്രാദേശിക കമ്മീഷണർമാരെ രാഷ്ട്രപതി താൽക്കാലികമായി നിയമിച്ചത് പട്ന, മുംബൈ എന്നീ സ്ഥലങ്ങളിലാണ്. ഇവരുടെ കാലാവധി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അല്ലെ. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച സമയത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് RVS പെരിശാസ്ത്രി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരവും 1958 മുതൽ 67 വരെയും. ഏറ്റവും കുറച്ചു കാലം തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് നമ്മുടെ VS രമാദേവിയുമാണ് അല്ലെ. VS രമാദേവിക്ക് മറ്റൊരു പ്രത്യേകത, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് അല്ലെ. ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച വെബ് റേഡിയോയാണ് ഹലോ വോട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അല്ലെ. ഇനി ഒന്നുകൂടെ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും അതുപോലെ പ്രതിപക്ഷ നേതാവിനോടും അഭിപ്രായം തേടണമെന്ന് നിർദ്ദേശം സമർപ്പിച്ച കമ്മിറ്റിയാണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243 കെയും 243 ZA-യുമാണ്. അപ്പൊ ഇത്രയും കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴത്തെ നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആരാന്നറിയാമോ? അത് രാജീവ് കുമാറാണ്. ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ്. അതുപോലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ഷാജഹാൻ. നമ്മുടെ തൊട്ട് മുമ്പ് പഠിച്ച വിജിലൻസ് കമ്മീഷൻ ഉണ്ടല്ലോ, അതിന്റെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എന്നറിയപ്പെടുന്നത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ പരീക്ഷ എടുക്കുമ്പോൾ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒന്നുകൂടെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ആരെങ്കിലും സ്ഥാനങ്ങൾ മാറിയോ ഇല്ലയോ എന്നുള്ള അന്നേരം അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പരീക്ഷ എടുക്കുമ്പോൾ നിങ്ങളിതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പോഴത്തെയാണ് നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അതേപോലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. അതുപോലെ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഷാജഹാൻ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് പഠിക്കാം. അതിനുശേഷം നമുക്ക് ധനകാര്യ കമ്മീഷൻ പഠിക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അല്ലെ. ഇപ്പൊ നോക്കുക, ഇപ്പോൾ ഒരു 4 വർഷം, 5 വർഷം, 6 വർഷം എന്നൊക്കെ നമ്മൾ ഇന്ന് തന്നെ പഠിച്ചല്ലേ. 4 വർഷവും 65 വയസ്സും ആരുടേതാണ്? അത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടേത് അല്ലെ. അതേപോലെ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ആരുടേതാണ്? അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറുടേത്, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടേത് അല്ലെ. അതേപോലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നിങ്ങൾ ഇത് ഇന്ന് പഠിക്കുമ്പോൾ ജസ്റ്റ് ഇത് പഠിക്കുന്നതിനോടൊപ്പം ഒരു നോട്ട് നിങ്ങൾ കുറിച്ച് വെച്ചിരുന്നാൽ നല്ലതായിരുന്നു. ഇത് പഠിക്കുമ്പോൾ മാത്രം മതി. കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നോക്കുക, 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്
സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുടേതാണ് അല്ലെ. അതേപോലെ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടേതാണ്. ഇനി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടേതാണ്. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി നോക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാണ്? നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് നമ്മുടെ ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ നോക്കുക, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒഴികെ ഇപ്പോൾ പ്രസിഡന്റ് ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ, ലോകസഭ, രാജ്യസഭ, അതുപോലെ പിന്നെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ്. അതല്ലാതെ നമ്മുടെ സംസ്ഥാനങ്ങൾക്കുള്ളിൽ നടക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അതായത് നമ്മുടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, ഇതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഈ 3 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അല്ലെ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി അടുത്തത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക, അല്ലെ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് അടിസ്ഥാനമായ ഭരണഘടനാ വകുപ്പുകളാണ് 243K, 243ZA. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് അടിസ്ഥാനമായ ഭരണഘടനാ വകുപ്പുകളാണ് 243K, 243ZA. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം നമ്മുടെ ലോകസഭ ഇലക്ഷൻ നടക്കുകയാണല്ലോ. ഈ മാസം ഏപ്രിൽ 26-ാം തീയതിയാണ് ഇലക്ഷൻ, അല്ലേ? അപ്പോൾ ഈ ഇലക്ഷൻ്റെ മേൽനോട്ടം ആർക്കാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അതോ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കുക. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 5 വർഷം കൂടുമ്പോൾ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 5 വർഷത്തിലൊരിക്കൽ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്വം എന്താണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നതും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അല്ലെ? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്തത് നോക്കുക. അടുത്ത പോയിന്റ് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് MSK രാമസ്വാമിയാണ്. കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി. സംസ്ഥാനങ്ങളിലെ പാർലമെന്റ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവനെന്ന് പറയുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ. അപ്പോൾ എന്താണ്? സംസ്ഥാനങ്ങളിലെ പാർലമെന്റ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. സംസ്ഥാനത്ത് ലോകസഭ, രാജ്യസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. സംസ്ഥാനത്ത് ലോകസഭ, രാജ്യസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഈ പറഞ്ഞ ഈ 65-ാം വാർഷിക പതിപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും അതേപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ചും കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ഫയലിലെ ഈ ഇലക്ഷൻ കമ്മീഷനും അതേപോലെ നമ്മുടെ വിജിലൻസ് കമ്മീഷനും നോക്കി അതുകൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ധനകാര്യ കമ്മീഷനാണ്, ധനകാര്യ കമ്മീഷൻ. അപ്പോൾ അതുകൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്നത്തെ നമുക്ക് നിർത്താം. അപ്പോൾ ധനകാര്യ കമ്മീഷന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ധനകാര്യ കമ്മീഷൻ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ധനകാര്യ കമ്മീഷനാണ്. ഓക്കെ, ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ KC നിയോഗിയാണ്. ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ KC നിയോഗിയാണ്. ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ KC നിയോഗി. രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ
കെ സന്താനമാണ്. കെ സന്താനം. രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സന്താനം. ഇതൊന്ന് ഓർത്തിരിക്കണം. ചിലപ്പോൾ ഇത് മാച്ച് ദ ഫോളോവിങ്ങോ അല്ലെങ്കിൽ പ്രസ്താവന രൂപത്തിലോ വരാം. ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ KC നിയോഗിയും രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സന്താനവുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 നവംബർ 22. അപ്പോൾ എപ്പോഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്? 1951 നവംബർ 22. ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ KC നിയോഗിയും രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സന്താനവുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1951 നവംബർ 22. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സിൻ്റെയും പരീക്ഷ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, നല്ലതാണെന്നൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ലൈക്ക് തീരെ കുറവാണ്. കാണുന്നവർ പോലും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ. അതിന് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ലൈക്കും ഷെയറും. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തന കാലയളവ് 1952 മുതൽ 57 വരെ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തന കാലയളവ് 1952 മുതൽ 57 വരെ ആയിരുന്നു. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? രാഷ്ട്രപതിക്ക്. ഒന്ന് നോട്ട് ചെയ്തോളുക. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യമൊക്കെ അടുത്തിടെയായിട്ട് ചോദിക്കാറുണ്ട്. കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ് ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? രാഷ്ട്രപതിക്ക്. അല്ലെ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? രാഷ്ട്രപതിക്ക്. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അതത് ഗവൺമെന്റിനാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇപ്പൊ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അതേപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. ഇവിടെ നോക്കുക, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? അത് രാഷ്ട്രപതിക്കാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് VP മേനോൻ എന്ന് പറയുന്നത്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി. ഇത് നോട്ട് ചെയ്യണം, ചോദിച്ചേക്കാം. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് VP മേനോൻ. എത്രാം ധനകാര്യ കമ്മീഷനിലാണ് VP മേനോൻ അംഗമായത്? ഒന്നാം ധനകാര്യ കമ്മീഷനിൽ. അപ്പോൾ എത്രാമത്തെ ധനകാര്യ കമ്മീഷനിലാണ് VP മേനോൻ അംഗമായത്? ഒന്നാം ധനകാര്യ കമ്മീഷനിൽ. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. നോക്കുക, ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്? 5 വർഷം കൂടുമ്പോഴാണ്. 5 വർഷം. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്? 5 വർഷം കൂടുമ്പോൾ. ധനകാര്യ കമ്മീഷന്റെ അംഗബലം എന്ന് പറയുന്നത് അധ്യക്ഷൻ ഉൾപ്പെടെ 5 പേരാണ്. ധനകാര്യ കമ്മീഷന്റെ അംഗബലം അധ്യക്ഷൻ ഉൾപ്പെടെ 5 പേരാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വീതിച്ചെടുക്കേണ്ട നികുതി ഇനങ്ങളുടെ വിഹിതം നിശ്ചയിക്കുന്ന സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ധനകാര്യ കമ്മീഷന്റെ ജോലി എന്താണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വീതിച്ചെടുക്കേണ്ട നികുതി ഇനങ്ങളുടെ വിഹിതം നിശ്ചയിക്കുന്ന സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 281 അല്ലെ. അപ്പോൾ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഫിനാൻസ് കമ്മീഷന്റെ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 281 ഒരു സിവിൽ കോടതിയുടെ അധികാരാവകാശങ്ങൾ കേന്ദ്ര ധനകാര്യ കമ്മീഷന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന പ്രസ്താവന ശരിയാണോ? ശരിയാണ്. ചിലപ്പോൾ ഇതേപടി തന്നെ എടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചെന്നിരിക്കും. ഒരു സിവിൽ കോടതിയുടെ അധികാരാവകാശങ്ങൾ കേന്ദ്ര ധനകാര്യ കമ്മീഷന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന പ്രസ്താവന ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഏതൊക്കെയാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പഠിച്ചു അല്ലെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ. ഇവിടെ 1-2 കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ കമ്മീഷണർ ആരാണ്? അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് അല്ലെ. ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ത്യയിലെ ആരാണ്? രാജീവ് കുമാറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ ആണ്. അതുപോലെ ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് 16ാം ധനകാര്യ കമ്മീഷനാണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് അടുത്തിടെ ചുമതലയേറ്റത് അരവിന്ദ് പനഗരിയാണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് അടുത്തിടെ ചുമതലയേറ്റ വ്യക്തിയാണ് അരവിന്ദ് പനഗരിയ. അതേപോലെ നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ അല്ലെ, ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഇന്ത്യയുടെ, അത് ഹീരാലാൽ സാമരിയയാണ്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെ, കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ K ബൈജുനാഥ് ആണ് കെ ബൈജുനാഥ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ K ബൈജുനാഥുമാണ്
ശ്രദ്ധിച്ച് കേൾക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ഇപ്പോഴത്തെ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കെ ബൈജുനാഥ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ കെ ബൈജുനാഥ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അത് റിഫ്രഷ് ചെയ്യുക. നമ്മുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ കാണുക. ഈ ചാനൽ പ്രയോജനപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്